എമ്പുരാൻ റിലീസായി കന്നഡിയൻ മലയാളികൾ ഇത് കാണാൻ പോകുന്ന തിയേറ്ററിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുള്ളൂ, ക്യാ അപരാധ് ഹേ. ഇതുപോലുള്ള കൂതറ തിയേറ്ററിൽ ഈ സിനിമ കാണാനുള്ള അവസ്ഥ വേറെ ഒരു മലയാളികൾക്കും ഉണ്ടാവില്ല. ആൽബർട്ട കാൽഗറിൽ ഇതിൻ്റെ മലയാളം ഷോ ഉള്ളത് കാനിയൻ മെഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഗ്രം കൂതറയായ ഒരു തിയേറ്ററിലാണ്. ഇവിടെ സൗണ്ട് ഇല്ല, പിക്ചർ ക്വാളിറ്റി കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഇവിടെ ലാൻഡ്മാർക്കോ സിനിപ്ലെക്സോ ഇല്ലാത്തതുകൊണ്ടല്ല. ഇവിടെ 60ൽ കൂടുതൽ സ്ക്രീൻ എൻ്റെ സിറ്റി തന്നെ ഉണ്ട്. എമ്പുരാൻ്റെ ഹിന്ദി സിനിപ്ലെക്സിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളം സിനിമ സിനിപ്ലെക്സോ ലാൻഡ്മാർക്കോ എടുക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർ ഓൺ ചെയ്യുന്ന കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട്. സോ അവന്മാരുടെ കുൽസിതവും അവന്മാരുടെ കുറച്ച് അലമ്പ് പരിപാടിയും കാരണം മലയാളം, തമിഴ്, കന്നഡ സിനിമകൾ സിനിപ്ലെക്സിലോ ലാൻഡ്മാർക്കിലോ എടുക്കില്ല. നല്ല പിക്ചർ ക്വാളിറ്റി കാണണമെങ്കിൽ നിങ്ങൾ ഹിന്ദി കാണുക, പിന്നെ മലയാളത്തിൽ ഡയലോഗ് കേൾക്കണമെങ്കിൽ മലയാളത്തിൽ ഇതുപോലെ കൂതറ തിയേറ്ററിൽ പോയി കാണുക. ഞാൻ സിനിപ്ലെക്സിൽ കാണുന്ന സമയത്ത് ടിക്കറ്റിന് $16 ഉള്ളൂ. പക്ഷേ ഇമാതിരി കൂതറ തിയേറ്ററിൽ കാണുന്ന ടിക്കറ്റിന് $20. കാരണം ഇത്തരം സിനിമകൾ വരുമ്പോഴേ ഇത് വെച്ചിട്ട് ഇമാർ കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഇഷ്ടമുള്ള പോലാണല്ലോ. ആശീർവാദ് സിനിപ്ലെക്സിലൊക്കെ കണ്ട സമയത്ത് നമ്മളുടെ ജംഗിൾ ഫൈറ്റിലൊക്കെ കുറച്ച് നോയ്സ് അവിടെ ഇവിടെയൊക്കെ കാണാം. ഇപ്പോൾ സിനിപ്ലെക്സിലൊക്കെ നോയ്സ് ഉണ്ടെങ്കിൽ മറ്റേ ഇമാതിരി കാനിയൻ മെഡോസ് പോലെ കൂതറ തിയേറ്ററിൽ മിക്കവാറും പുകയായിരിക്കും. അത്രയ്ക്ക് മോശം പിക്ചർ ക്വാളിറ്റിയാണ്. ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പിന്നെ സിനിപ്ലെക്സിൻ്റെ എടുത്തുള്ള തീരുമാനമാണ് മലയാള സിനിമകൾ ഓടിക്കില്ലെന്ന്. എമ്പുരാനെ ഹിന്ദി വേർഷൻസ് സിനിപ്ലെക്സിലുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല സൗണ്ട് ക്വാളിറ്റിയിലും കാണാൻ പറ്റി. എനിവേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കുൽസിതം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല സിനിമകൾ മലയാളികൾക്ക് മലയാളത്തിൽ കാണണമെങ്കിൽ കൂതറ തിയേറ്ററിൽ തന്നെ പോകണം. ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി എമ്പുരാൻ 3 വരുമ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ അഭിപ്രായം അടുത്ത റീലിൽ പറയുന്നതാണ്. ഹാപ്പി ഷൂട്ടിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.